മിനിറ്റ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം യാ ദൽ ജലാലി വൽ ഇക്റാമി അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. ഹദ്ദാദ് റാത്തിബൊക്കെ ചൊല്ലിയ എന്തൊരു ആ ഹദീസിൽ വന്ന ദിക്ർ ഇതിലുള്ളൂ. എന്ത് റാഹത്താണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കുക. വീട്ടിൽ 5 മിനിറ്റെങ്കിലും നിങ്ങൾ ഓർത്താൽ അള്ളാഹുവിനെ ഓർക്കുന്ന വീട് ജീവനുള്ള മനുഷ്യനെ പോലെ, അള്ളാഹുവിനെ ഓർക്കാത്ത വീട് മയ്യത്തിനെ പോലെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആകെ ടി വി തുറന്ന സീരിയലും സിനിമയും മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ദിക്റോ ഒരു വഅദോ ഒരു നല്ല കാര്യമോ ഒരു സ്വലാത്തോ അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹുകളോ ഒന്നും പറയപ്പെടാത്ത വീടുകൾ ചത്തുപോയതിനെ പോലെയാണ്. അള്ളാഹുവിനെ ഓർക്കപ്പെടുന്ന വീടോ ജീവനുള്ള ആളിനെ പോലെ, ജീവനുള്ളതിനെ പോലെ, ജീവിച്ചിരിക്കുന്നവരെ പോലെ. ഇപ്പൊ വീടിന് ജീവൻ വേണം എന്ന് ഒരുമിച്ച് ദിക്ർ ചൊല്ലണം. ഒരുമിച്ച് നിങ്ങൾ ദുആ ചെയ്യണേ. രണ്ടുപേരും ഒരുമിച്ചൊന്ന് ദുആ ചെയ്യ. അതിന് ശിർക്കും കുഫറൊന്നും വരൂല. സുബ്ഹാനല്ലാഹ്. കല്യാണത്തിന് പുതിയാപ്പിള ഇറങ്ങാണ്. പള്ളിയിൽ ഉസ്താദ്മാര് വന്നു. ഫാത്തിഹയും ഖുൽ ഹുവ, എന്താ ഈ ഫാത്തിഹന്റെ മഹത്വം എന്നൊക്കെ അറിയുന്നത്? എന്താണ് ഫാത്തിഹന്റെ മഹത്വം? എന്താ ഖുൽ ഹുവല്ലാഹു അഹദിന്റെ മഹത്വം എന്നറിയോ? 3 ഖുൽ ഹുവല്ലാഹു ഒരു ഖുൽ അഅറബിൻ നാസ് ഓതിയിട്ട് ദുആ ചെയ്യാൻ. അപ്പോൾ ഒരുത്തന്റെ കൈ ഇങ്ങനെ, ഞാനെങ്ങാനും ആമീൻ പറഞ്ഞത് സ്വീകരിക്കപ്പെട്ടാലോ? പൊന്നു ചങ്ങായി, ഈ ആമീൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലാഹ് അത് സ്വീകരിക്കും. അനക്ക് വേണമെങ്കിൽ നീ കൈപൊക്കിക്കോ. അതുകൊണ്ട് ശിർക്കും വരില്ല, കുഫറും വരില്ല. ഇസ്ലാമിന്റെ എങ്ങനെ പുറത്തു പോവുക? ഇസ്ലാമിന്റെ ഈ ബലൂണ. ഒരുമിച്ച് ദുആ ചെയ്യൻ. കൂലിയുള്ള ആധുനികരായ ആലിമീങ്ങളായി പറയണത്. സലഫ് സ്വാലിഹീങ്ങളായ ഇമാമിങ്ങളായി പഠിപ്പിക്കുന്നത്. അവലും ആഖിറും, മുൻഗാമികളും പിൻഗാമികളും പറയുന്നത് ഒരുമിച്ച് ദുആ ചെയ്യൻ. നല്ല കാര്യമാണ്. അതിലൊന്നും വരാൻ പോണില്ല. നന്മയല്ലാതെ പിന്നെ എന്താ അതിലുള്ളത്? നല്ല വിഷയങ്ങളല്ലേ? ഭയങ്കര പേടിയാണ്. ഇപ്പൊ ഭയങ്കരമായ ഒരു ബ്രെയിൻ വാഷിംഗ് നടക്കുന്ന കാലാണിത്. ഇപ്പൊ റബീഉൽ അവ്വൽ വരിക, അത് നമുക്ക് ആഘോഷിക്കാൻ പറ്റുമോ? ഹറാമാണോ കുഫറാണോ? അതല്ലാതെ വേറെ ഇപ്പൊ അതിന്റെ അപ്പുറത്തേക്കില്ല. സുബ്ഹാനല്ലാഹ്. ഇത് അല്ലാഹുവിന്റെ റസൂൽ ചെയ്തോ? നബിയുടെ സ്വഹാബികൾ ചെയ്തോ? താബിഈങ്ങൾ ആരെങ്കിലും ചെയ്തോ? ചോദ്യം കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹിന്റെ റസൂലും സ്വഹാബികളും മലയാളത്തിൽ ഖുതുബ ഓതിയിട്ടുണ്ടോ? ഇല്ലയോ? ഇല്ല. മലയാളത്തിൽ ഓതിക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അള്ളാഹിന്റെ റസൂലും സ്വഹാബികളും പേന്റ് കുപ്പായിട്ടിട്ട് മെഹ്റാബിലേക്ക് നിന്നിട്ടുണ്ടോ? ഇല്ല. തലമറക്കാതെ ഇമാമത്ത് നിന്നിട്ടുണ്ടോ? ഇല്ല. അള്ളാഹിന്റെ റസൂലും സ്വഹാബികളും 100ാം വാർഷികം ആഘോഷിച്ചിട്ടുണ്ടോ നവോത്ഥാനത്തിന്റെ? ഇല്ല. നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടില്ലേ? ഇതിനിപ്പോ എന്താ തെളിവ്? അതന്നെയാണ് ഇതിനും തെളിവ്. വിഷയം എന്തിനാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുഫറും ശിർക്കും പറയേണ്ട കാര്യം? അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും ചെയ്യാത്ത നിങ്ങൾ ചെയ്തു അല്ലേ? എന്താ കുഴപ്പമെന്നറിയോ? എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്തേ? അതിന് നിങ്ങൾക്ക് ന്യായീകരണമുണ്ട്. അതിൽ തിന്മയില്ല എന്ന് നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. അത്രയുള്ള വിഷയം. അള്ളാഹിന്റെ റസൂലും സ്വഹാബത്തും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. റബീഉൽ അവ്വലിന്റെ സമയം നമ്മൾ എന്താ ചെയ്യുക? അഷ്റഫുൽ ഖൽഖിന്റെ മദ്ഹ് പറയും, നബി തങ്ങളെ പുകഴ്ത്തി പറയും. റബീഉൽ അവ്വലിന്റെ അന്ന് പുകഴ്ത്തി പറഞ്ഞ ശിർക്കാവുന്ന നബി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ ജനിച്ച നിങ്ങൾ ചെയ്യരുത് നബി പറഞ്ഞിട്ടുണ്ടോ? അതും പറഞ്ഞിട്ടില്ലല്ലോ. എന്നാ പിന്നെ ആ ദിവസം ഒരു അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ മൗലിദ് പാരായണം ചെയ്യുമ്പോൾ എങ്ങനെ ശിർക്ക് വരാം? ഇത് എന്നും പാരായണം ചെയ്യേണ്ട സംഗതിയല്ലേ? നബി അന്ന് വേണ്ട എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഇത് ചെയ്യൂല. എന്നാ അന്നെങ്കിലും ആയിക്കോട്ടെ, മിനിമം ആ ദിവസമെങ്കിലും ആയിക്കോട്ടെ അല്ലെ? കുടുംബ സന്ദർശനം എന്നും കൂലുള്ള വിഷയ. കല്യാണം ഉണ്ടാവുമ്പോ എല്ലാവരും ഒരുമിച്ച് കൂടി കുടുംബം സന്ദർശിക്കും. നല്ല കാര്യമാണ്. കല്യാണം വേണ്ടെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ ഒരിക്കൽ പോലും കൂടൂല. ഒരിക്കലെങ്കിലും സ്വലാത്ത് ചെല്ലാനും ഒരിക്കലെങ്കിലും ഒരു ദിവസമെങ്കിലും കൂടുതൽ നബിയെ ഓർക്കാനും സഹായകല്ലേ? അത് മതി. ഇത് ബിദ്അത്തുൻ ഹസനത്തുൻ, നല്ല ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടായതൊക്കെ മോശമാണെന്നാണോ? അല്ലല്ലോ. ബിദ്അത്തുൻ ഹസനത്തുണ്ട്, ബിദ്അത്തുൻ സയ്യിഅത്തുണ്ട്. മോശപ്പെട്ട ബിദ്അത്തുണ്ട്, നല്ല ബിദ്അത്തില്ലേ? എന്താണ് ഇനി നിങ്ങൾക്ക് സംശയം? ഞാൻ അതൊന്ന് പറഞ്ഞുതരാണ്. ഇത് പറഞ്ഞാൽ എന്റെ ബാധ്യതയാണ്. ഇങ്ങനെ ശിർക്കും കുഫറും വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിച്ച് പറയാം ഫത്വ കുറച്ച് ചെക്കന്മാർ. എന്താണ് ശിർക്ക്, എന്താണ് കുഫർ? അള്ളാഹിന്റെ റസൂലും സ്വഹാബത്തും ചെയ്ത് മാത്രമേ ഇസ്ലാമിലുള്ളൂ. ഞങ്ങൾ പറഞ്ഞേരെ, ഈ മലയാളത്തിലുള്ള ഏർപ്പാട് അള്ളാഹു റസൂലിന്റെ സ്വഹാബത്ത് ആരെങ്കിലും ഒരാൾ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ.
നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞോളി, ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ ഖുത്ബ ഓതാം എന്ന് പറയുന്ന ഏതെങ്കിലും ഹദീസ് ഉണ്ടോ? ഇല്ല. നിങ്ങൾ കൊണ്ടുവരി. ഇല്ല. പിന്നെ എന്താ ഞങ്ങൾ ചെയ്യുന്നത്? അത് പിന്നെ എന്നാ അത് പിന്നെ ഞങ്ങൾക്കും പറയേണ്ടത് തന്നെ. അത് പിന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹാണി പറയുന്നത്, നബി തങ്ങളുടെ മദ്ഹാണി പറയുന്നത്, നബി തങ്ങളെ മദ്ഹ് പറയണമെന്ന് ഖുർആൻ പറഞ്ഞു. നബി തങ്ങളെ സ്വലാത്ത് ചൊല്ലണമെന്ന് ഖുർആൻ പറഞ്ഞു. ഒരു നന്മ ചെയ്താൽ എങ്ങനെ ഇസ്ലാം എന്ന് പുറത്തു പോവുക? ഇത് നബി ചെയ്തു നിങ്ങൾ പറയണ്ട, നമ്മളും പറയുന്നില്ലല്ലോ. ഹദീസിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മൗലൂദ് ഓതിക്കോ, അങ്ങനെ ഇല്ല. പക്ഷേ നബി തങ്ങൾ ചെയ്യാത്തതൊക്കെ ശിർക്കും കുഫറാണെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും. എന്നാൽ പിന്നെ നമ്മുടെ സമ്മേളനങ്ങൾ ചെയ്തൊക്കെ കുഫറാന്ന് വരും, നമ്മുടെ സമ്മേളനങ്ങളും നമ്മുടെ മുദ്രാവാക്യങ്ങളൊക്കെ ശിർക്കാന്ന് വരും. അതില്ലല്ലോ. ഇങ്ങനെ ചെറുപ്പക്കാരി ഇങ്ങനെ വഞ്ചിക്കപ്പെടുന്നത്. ഒരു ക്ലിപ്പാണ് കാണുമ്പോഴേക്കും പിന്നെ നാട്ടിലെ എല്ലാ ഏർപ്പാടും നിർത്തുക, ഇനി നമ്മൾ ശിർക്കും കുഫറൊന്നും വേണ്ട. ചെറുപ്പക്കാരെ എങ്ങനെ ഒരു ശിർക്ക് വന്നു, എങ്ങനെ കുഫർ വന്നു? അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യിക്കുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കുക, ഒരു നന്മയാണ് ഈ നിർത്തിവെക്കുന്നത്. അന്ന് ഗാനമേള നടത്തിയാലും കുഴപ്പമില്ല എന്ന് അവരുടെ അഭിപ്രായം. എന്തേ? മൗലിദ് പാരായണം ചെയ്യേണ്ടതാണ്, അത് അള്ളാഹു റസൂൽ. എന്താണ് ഈ പറയുന്നത്? സുബ്ഹാനല്ലാഹ്. പൊന്നു മുഅ്മിനീങ്ങൾ, നിങ്ങൾ ചെയ്തോളി. അന്ന് ധൂർത്ത് ചെയ്യേണ്ട, റോഡ് ബ്ലോക്ക് ആക്കണ്ട, അതൊന്നും ചെയ്യാൻ പാടില്ലേ? അത് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമല്ലേ? റോഡ് ബ്ലോക്ക് ആക്കരുത്, ധൂർത്ത് ചെയ്യരുത്. സ്വലാത്ത് ചൊല്ലിക്കോ, നബി സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തോളൂ. കുട്ടികൾ പ്രസംഗിക്കട്ടെ ഹബീബിനെ കുറിച്ച്, മദ്ഹ് പറയട്ടെ. ആരാണിത് ഹറാമാണെന്ന് പറഞ്ഞത്? ആരാണിത് ശിർക്കുണ്ടെന്ന് പറഞ്ഞത്? നബിയെ പറ്റി പറയാൻ പാടില്ലേ? അത് ആ ദിവസം അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്നോ തലേന്നോ എപ്പോഴെങ്കിലും ഒന്ന് ഒരിക്കലും പറയും. ഒരിക്കലും പറയാതിരിക്കുന്ന മനുഷ്യനായി ഒരിക്കലെങ്കിലും ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും പറഞ്ഞാൽ അതിന്റെ കൂലി കിട്ടിയില്ലേ? എന്നും വേണമെങ്കിൽ ചെയ്തോളൂ, അതാ നമ്മുടെ ആഗ്രഹം. പക്ഷെ ഒരിക്കലേ പറ്റുന്നുള്ളൂ. എല്ലാവർക്കും പല തിരക്കുള്ള ആളുകൾ, എല്ലാവരും പല ആവശ്യങ്ങൾക്കും നടക്കുന്ന ആളുകൾ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ആയിക്കോട്ടെ, നബിയല്ലേ ഈ പറയണത്? നബിനെ പറ്റില്ല, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ഇത് പറ്റൂലെങ്കിൽ പിന്നെ ആരെ പറ്റി ഞങ്ങൾ പറയാം? ആരെ പറ്റി? നേതാക്കന്മാരെ പറ്റി അനുസ്മരണം നടത്തുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പറയാം. അതിന് ഹദീസും വേണം, തെളിവും വേണം അല്ലേ? അപ്പോ കുല്ലു ബിദ്അത്തിൻ ഹറാം. ചെറുപ്പക്കാരപ്പ ഹദീസ് ഓതി തരും. എന്താ കുല്ലു ബിദ്അത്തിൻ? ഇത് നീയല്ല അർത്ഥം വെക്കേണ്ടത്, ഇത് കിതാബ് പഠിച്ചോ അർത്ഥം. എന്താ കുല്ലു ബിദ്അത്തിൻ എന്ന് പറഞ്ഞാൽ? ഇസ്ലാമിന് യോജിക്കാത്ത ബിദ്അത്തുകളൊക്കെ എന്ന് അതിനർത്ഥമുള്ളൂ. കുല്ലു എന്ന് പറഞ്ഞാൽ അത്രയും അർത്ഥമുള്ളൂ. ഇത് ഹദീസിന്റെ എക്സ്പേർട്ടുകൾ പറഞ്ഞു തരണം അതിന്റെ അർത്ഥം എന്താണെന്ന്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധമായ ഖുർആനിനെ 30 ജുസുകളാക്കി വെച്ചത് സ്വഹാബികളാണോ? അല്ല. അള്ളാഹുവിന്റെ റസൂലാണോ ഖുർആനെ 30 ജുസ് ആക്കിയത്? ആണോ? അല്ല. താബിഈങ്ങളുടെയും താബിഈങ്ങളുടെയും കാലശേഷമല്ലേ ഖുർആനെ ജുസ് ആക്കിയത്? നിങ്ങളോദന ഖുർആനിൽ 30 ജുസ് ഇല്ലേ? ലോകത്ത് ഏതെങ്കിലും ഒരാൾ ചോദിച്ചിട്ടുണ്ടോ ബിദ്അത്താണ് ഖുർആൻ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനത്തെ മണ്ടത്തരൊന്നും ലോകത്തൊരു മുസ്ലിമും പറയൂല. ഇസ്ലാം ഇങ്ങനെ സങ്കുചിതാക്കല്ലേ. പരിശുദ്ധ ഖുർആനിൽ അക്ഷരങ്ങൾക്ക് ഡോട്ടുകളുണ്ട്, ഹർഫുകളുണ്ട്, പുള്ളികളുണ്ട്. ബാഇന് മേലെ 2 പുള്ളി, ബാഇന് താഴെ 1, താഇന് 2 പുള്ളി, സാഇന് 3 പുള്ളി മേലെ, ഫതഹും കസ്റും ദമ്മും. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തിലുണ്ടോ ഖുർആനിന്? ഇല്ല. ആരാണ്ടാക്കിയത്? ഹജ്ജാജ് ഇബ്നു യൂസുഫ്. തങ്ങളുടെ കാലം കഴിഞ്ഞ് 10-60 കൊല്ലം കഴിഞ്ഞിട്ട് വന്നൊരു ഭരണാധികാരിയല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത്? ആരെങ്കിലും എതിർത്തോ? ശിർക്കാ കുഫ്ര എന്ന് പറഞ്ഞു? ഇല്ല. എന്തേ? ഒരു നല്ല കാര്യമാണ്, അതിനെന്താ കുഴപ്പം? നല്ല വിഷയമാണ്, അതിനെന്താ കുഴപ്പം? ഒക്കെ വിദഅത്താണെന്ന് പറഞ്ഞാൽ എന്താ ശരിയാവുക? മനുഷ്യന്മാർ ഇങ്ങനെയുണ്ട് പീഡിപ്പിക്കുന്നത്. ദയവ് ചെയ്ത് ഇങ്ങനെ പേടിപ്പിക്കാൻ നിൽക്കല്ലേ. വാട്സപ്പ് ഷെയ്ഖന്മാർ കുറെ ഇറങ്ങിയെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക് ഷെയ്ഖന്മാർ, നിങ്ങളൊന്നും ഫത്വ കൊടുക്കല്ലേ. അതൊക്കെ ആലിമീങ്ങൾ ചെയ്തോട്ടെ, ആലിമീങ്ങൾ ചെയ്തോട്ടെ. ഒരുമിച്ച് ദുആ ചെയ്യുമ്പോൾ, നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുമ്പോഴേക്കും ശിർക്ക് കുഫർ ബിദ്അത്ത്, ഈ മൂല്യം ശരിയാവില്ല. എന്താണ് ഈ പറയുന്നത്? നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാരക്കണ്ടാന്ന് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. വദുബറ കുല്ലി സ്വലാത്തിൻ, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ദുആ ചെയ്ത ഉത്തരം കിട്ടുന്നല്ലേ പറഞ്ഞത്. അപ്പൊ എന്താ എല്ലാവരും കൂടി ആമീൻ പറഞ്ഞ? മുഅ്മിനീങ്ങൾ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന, പടച്ചവനെ ദുനിയാവിൽ നന്മ തരണേ റബ്ബേ, വഫിൽ ആഖിറതി ഹസനതൻ, നാളെ പരലോകത്തും നന്മ താ റബ്ബേ, വഖിന അദാബന്നാർ, ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ പടച്ചവനെ. അതിന് ആമീൻ പറഞ്ഞ എങ്ങനെയാണോ നീ ഇസ്ലാമിന് പുറത്തു പോകുന്നത്? ഇസ്ലാമിന്റെ ഉള്ളുക്കല്ലേ വരുന്നത്? ഇസ്ലാമിന്റെ ഉള്ളുക്ക് വരല്ലേ? ഇങ്ങനെ മനുഷ്യന്മാരോട് നബി ചെയ്തോ സഹാബത്ത് ചെയ്തോ? നബിയും സഹാബത്തും ചെയ്യാത്ത നന്മകൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങളുമായി വൈരുദ്ധ്യമില്ലെങ്കിൽ ഒരു കുഴപ്പം അതിനില്ല. ധൈര്യമായിട്ട് അമല് ചെയ്തോളി. തർക്കിച്ച് കാലം കഴിച്ച് പിന്നെ മയ്യത്ത് കട്ടിൽ വെക്കുമ്പോഴാക്കര പടച്ചോ ഞാൻ തർക്കിച്ച് കറച്ചിട്ട് പറ്റൂലേ എന്ന് ആലോചിച്ച് നടന്ന കാലം കഴിഞ്ഞ്, ഒന്ന് നബിയെ മദ്ഹ് പറയാൻ നേരം കിട്ടിയില്ല, ഒന്ന് ദ്വാരക്കാൻ പറ്റിയില്ല എന്നൊക്കെ ആലോചിച്ച് ജീവിതം കഴിക്കണ്ട. ഇപ്പൊ തന്നെ അമല് ചെയ്തു തുടങ്ങിക്കോളൂ. ഒരുമിച്ച് നിങ്ങൾ ദുആ ചെയ്യണേ. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യണേ. ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യണം. ചെറിയ ദുആക്ക് മലയാളത്തിൽ ദ്വാരക്കാലോ, നിസ്കാരത്തിലല്ല ഇത് ദ്വാരക്കണത്.
ഭാര്യയും ഭർത്താവ് ഇരുന്നിട്ട് ഞാൻ ദ്വാരക്കടി നീ ആമീൻ പറയാം, നീ ദ്വാരുന്നു ഞാൻ ആമീൻ പറയാം. രണ്ടാളും ദ്വാരുന്ന പഠിച്ചോലെ എൻ്റെ കുട്ടികളെ നന്നാക്കി തരണേ റബ്ബേ, ഞങ്ങൾക്ക് പുറത്തു തരണേ പഠിച്ചോലെ, ഞങ്ങളുടെ അസുഖം ശിഫയാക്കി തരണേ റബ്ബേ, ഇത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റൂലേ? ആ ദുആയിൽ ഒരു സ്വലാത്തും ചൊല്ലുക, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. എന്നിട്ട് പറയാം, എന്നിട്ട് ദുആ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു സ്വലാത്ത് പറയാം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ. ഈ രണ്ട് സ്വലാത്തിന്റെ ഇടയിൽ ചോദിച്ചാൽ ആ ദുആഇന് ഉത്തരമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങൾ എവിടെയും തോരുന്നോളൂ, പീടിന്റെ മുമ്പിൽ നിന്ന് തോരുന്നോളൂ, വായനശാലിന്റെ മുമ്പൊന്നും തോരുന്നോ, നിസ്കാരം കഴിഞ്ഞിട്ടും തോരുന്നോ, കല്യാണത്തിനും തോരുന്നോ, മരിച്ചോടത്തും തോരുന്നോ, അതിലൊന്നും ഒരു ശിർക്ക്. എന്താണ് ഈ ശിർക്ക് കുഫർ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാവണില്ല. മനുഷ്യന്മാരെ ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു കാലം. ദുആ ചെയ്തോളി മുഅ്മിനീങ്ങളെ, ഗ്യാരണ്ടി ഞാൻ തരാണ്. അതിന് കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്കല്ല കുറ്റം, എനിക്കാ കുറ്റം. ഞാനും പഠിച്ചോണ്ടും വരെ പിന്നെയുള്ള വിഷയം. നിങ്ങൾക്ക് ഇതിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് കേൾക്കാനേ പറ്റുള്ളൂ. നിങ്ങൾക്കൊക്കെ കിതാബ് ഓതി പഠിക്കാൻ പറ്റൂ ജീവിതകാലം, നിങ്ങൾക്ക് പല ജോലിയും എല്ലാവരും കിതാബ് ഓതിയ ലോകത്ത് വല്ലതും നടക്കുമോ? നിങ്ങൾ നിങ്ങളുടെ ജോലി എവിടെയാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത് ആ ജോലി നിങ്ങൾ ശരിക്ക് ജോലി ചെയ്യും. പഠിക്കുന്നവർ ശരിക്ക് പഠിക്കും, ജോലി ചെയ്യും ശരിക്ക് ജോലി ചെയ്യും. പണ്ഡിതന്മാർ അവരുടെ പണിയെടുക്കട്ടെ. ഇതാ വിഷയം, അത്രേ ഉള്ളൂ. അവർക്ക് പഠിച്ചോ, അവരും പഠിച്ചോന്നായിക്കോട്ടെ. തെറ്റിദ്ധാരണ വരരുത്. കുളവയിലൊന്നും അങ്ങനത്തെ അസുഖങ്ങളൊന്നും ഇല്ലയെന്ന് ഞാൻ വിചാരിക്കുന്നത്. മൊത്തത്തിൽ ഫേസ്ബുക്കൊക്കെ ചെറുക്കന്മാരൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്നതല്ലേ. ഇപ്പോൾ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ വരുന്ന റമറബിയിലൊക്കെ. അപ്പോൾ അത് ശിർക്കാണ്, കുഫറാണോ? യാ അല്ലാഹ്, അങ്ങനെ വല്ല ഫേസ്ബുക്ക് ആഡൊക്കെ വന്നോ? കിട്ടിയവരൊന്ന് കൈവക്കിയാട്ടെ. വന്നിട്ടുണ്ട്, യാ അല്ലാഹ്, വന്നിട്ടുണ്ടല്ലേ? ഇനി റമദാനാകുമ്പോൾ വരും അടുത്തത്. 20 മട്ടാസ്കരിക്കേണ്ടത്. ഇത് മരണം വരെ, ഖിയാമത്ത് നാൾ വരെ റമദാൻ ഉണ്ടെങ്കിൽ അന്ത്യ തലേന്ന് വിടും ഈ ക്ലിപ്പ്. റബീ ലെവൽ വരുമ്പോഴൊക്കെ വിടും. ഇനി ഈ ക്ലിപ്പിലൊന്നും പെടാൻ നിൽക്കല്ലേ. അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദ് പാരായണം ചെയ്തോളൂ. അതൊക്കെ നബീന്റെ മദ്ഹാണ്. അതിൽ ഒരു ശിർക്കും ഒരു കുഫറുമില്ല. വേണമെങ്കിൽ ഒരു ദിവസം തന്നെ വേദ പറയാം ഇൻഷാ അല്ലാഹ്. ദുആ ചെയ്യിൻ, വദ്ദുആഉ മഅൻ, ഒരുമിച്ച് ദുആ ചെയ്യും, ഒരുമിച്ച് ദുആ ചെയ്യും. എൻ്റെ ഒരു അകന്ന കുടുംബത്തിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു, ഗൾഫിൽ നിന്ന് മരിച്ചു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് മയ്യത്ത് കൊണ്ടുവന്നു. അപ്പൊ അവര് ദ്വാരുന്ന ശിർക്കായി പോകുന്നു പറഞ്ഞ കോപപ്പെട്ട ആൾക്കാരാ. എൻ്റെ ഒരു അകന്ന ബന്ധം, എൻ്റെ പെങ്ങളുടെ കല്യാണം കഴിച്ചതിൻ്റെ ഒപ്പിലുള്ള ഒരു ബന്ധത്തിൽ ഞാൻ സന്ദർശിക്കാൻ വേണ്ടി പോയി രാവിലെ. അപ്പൊ എന്താ വിഷയം എന്നറിയാം, മരിച്ചിട്ട് ആ വീട്ടിൽ ഖുർആൻ ഓതാൻ വിട്ടിട്ടില്ല. പെണ്ണുങ്ങളൊക്കെ വർത്താനായിരുന്നു, വെറും വർത്തമാനം, നാട്ടു വർത്തമാനം പറയാം. ഖുർആൻ ആരും ഓതണ്ടേ, അത് ശിർക്കാണ്, നമുക്ക് വർത്താനം പറയാം. വർത്താനം പറഞ്ഞു. മയ്യത്തിനെ മറവ് ചെയ്യാണ്, തൽഖീന് ചൊല്ലി, തർജിഅ് ചൊല്ലി, ഖബറിലേക്ക് വെക്കേണ്ട ഒരു ദുആ അവിടെ ചെയ്തില്ല, മൂടിയിട്ട് പോന്നു. ആർക്കാണ് ഈ നഷ്ടം? ആർക്കാണ് ഈ നഷ്ടം? മരിച്ചു മയ്യത്തായി ഖബറിലേക്ക് പോകുന്ന മനുഷ്യനെ കാണുമ്പോൾ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ വിങ്ങിപ്പൊട്ടും. ആ പൊട്ടലിൽ പടച്ചവനെ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് പറഞ്ഞാൽ ആ ഖബറിന്റെ അടുത്ത് വന്ന് ദുആ ചെയ്താൽ ആമീനിൽ അർത്ഥമില്ലേ? ആ ആമീനൊക്കെ ഇയാൾക്ക് നഷ്ടപ്പെട്ടോ? ഇല്ലേ, നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? ജീവിതകാലത്തിലൊക്കെ ശിർക്കാന്ന് ഇയാൾ പറഞ്ഞു. ഞാനും പോയി വീട്ടിൽ സന്ദർശിക്കാൻ രാവിലെ പോയി. രാവിലെ 11 മണിക്ക് അവിടെ വീട്ടിലാ, നിലമ്പൂര്. 11 മണിക്ക് ഞാൻ ദ്വാരക്കാതെ പോന്നു. ഇവർക്കത് ശിർക്കാണെങ്കിൽ എന്തിനാ? പക്ഷെ സന്ദർശിക്കൽ എൻ്റെ കടമയാണ്. വീട് സന്ദർശിച്ചു പോന്നു. അതൊന്നും വേണ്ട നിലവിൽ പറഞ്ഞ് നമ്മൾ കൊടുക്കണില്ല, നമ്മൾ അള്ളാഹിനോട് ചോദിക്കണില്ല. എന്തോ ആയിക്കോട്ടെ. നഷ്ടം ആർക്കാ? ഇതൊക്കെ കൊണ്ടിറക്കുന്ന ആൾക്കാർക്ക്. മനസ്സിലാക്കിക്കോളി. ഖബറിലേക്ക് ചെല്ലുമ്പോ എനിക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് ദുആ ചെയ്താൽ, ഒരു വെള്ളപ്പൊക്കത്തിൽ മുങ്ങുന്ന മനുഷ്യന് വൈക്കോല് കിട്ടിയാൽ പിടിച്ചു കയറാൻ തോന്നുന്ന പോലെ ആർക്കെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ഖുർആൻ ഓതുമോ? ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് സ്വതക്ക ചെയ്യുമോ? എനിക്ക് വേണ്ടി പാപ്പാക്ക് പുറത്തു കൊടുക്കല്ല എന്ന് പറഞ്ഞൊരു യാസീൻ ഓതുന്ന മക്കളുണ്ടോ? ഇതൊക്കെ മരിച്ചു കിടക്കണ മനുഷ്യന് ചിന്ത വരും. പക്ഷേ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതൊക്കെ പറ്റൂല എന്ന് പറഞ്ഞ മനുഷ്യനാണെങ്കിൽ കിട്ടൂല. മുഅ്മിനെ പിന്നെ കിട്ടൂല. എന്ത് വേണം നിങ്ങൾ തീരുമാനിച്ചോളൂ. നിങ്ങൾ തീരുമാനിച്ചേക്കും മരിക്കേണ്ട മുമ്പ് ഞാൻ എവിടെ നിൽക്കേണ്ടത്.